ഒന്നൂടെ പറഞ്ഞോ. ചെറിയ കുട്ടികൾക്ക് നമുക്ക് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ രീതിയിൽ പിന്നെ ഇൻഡിവിജ്വൽ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അൽബിഡോ. അതുപോലെ തന്നെ നമ്മുടെ സ്പെസിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ പിന്നെ ട്യൂഷന് ചൂസ് ചെയ്യാം, ടീച്ചേഴ്സിനെ ചൂസ് ചെയ്യാം, അതുപോലെ തന്നെ ടൈം ആണെങ്കിൽ അത് ചൂസ് ചെയ്യാം. സോ പിന്നെ സബ്ജക്റ്റ് ഇൻഡിവിജ്വൽ സബ്ജക്റ്റ് ചൂസ് ചെയ്യാം. പിന്നെ ആപ്പിൽ പ്രീ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും. ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂ ക്ലാസ് ഉണ്ടെങ്കിൽ പ്രീ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും. ക്ലാസ് എടുത്തിട്ട് പിന്നെ പോസ്റ്റ് ചെയ്യാം അവരുടെ ക്ലാസ്. നിങ്ങളുടെ കുട്ടികളുടെ പഠന സഹായി എന്നുള്ള നിലയ്ക്കാണ് നിങ്ങളുടെ അല്ലേ? ഇത്രയും ചുരുക്കം. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. ഇനി അടുത്ത ഇവിടെ എന്താണ് നിങ്ങളുടെ ഒന്ന് പറയാമോ? ഞാനിവിടെ ഇതിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ ഒരു ചുമതലക്കാരനാണ്. ഇരുന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്തുണ്ട്, തൊടുപുഴ, കോട്ടയം, കൊച്ചി, കാലിക്കറ്റ്, ബാംഗ്ലൂർ, മൈസൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നമുക്ക് ബ്രാഞ്ചസ് ഉണ്ട്. നമുക്ക് ലാംഗ്വേജ് പഠിപ്പിച്ച് പ്ലസ് 2 കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ഒരു സ്റ്റുഡൻസിനെ ലാംഗ്വേജ് പഠിപ്പിച്ചിട്ട് ഏത് കൺട്രി വേണോ ആ കൺട്രിയിലോട്ട് ഞങ്ങൾ അയക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നഴ്സസിനാണെന്നുണ്ടെങ്കിൽ നഴ്സസിന് നമ്മൾ ലാംഗ്വേജ് പഠിപ്പിച്ചിട്ട് റിക്രൂട്ട്മെൻറ്റ് ചെയ്യും. റിക്രൂട്ട്മെന്റ് നമ്മൾ മെയിൻലി നോക്കുന്നത് നഴ്സസിനാണ്. ഈ അജ്നോറ എന്ന് പറയുമ്പോൾ 4 പേരാണ്. അജി മാത്യു, നോർമൽ ലൂക്കസ്, രാഹുൽ രാജൻ, രാജോഗസ്. അതാണ് ഈ അജ്നോറ എന്ന് പറയുന്നത്. അജ്നോറ അതൊന്ന് മെയിൻലി 4 പേരും നഴ്സസ് ആണ്. നഴ്സസിന് വേണ്ടിയിട്ട് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. അതുകൊണ്ട് നഴ്സസ് ആയതുകൊണ്ട് നഴ്സസിനെയാണ് ഫോക്കസ് കൂടുതലായിട്ട് ചെയ്യുന്നത്. ശരിയാണ്. ജർമ്മനിയിൽ ജർമ്മൻ ഭാഷ തന്നെ വേണം. ഭാഷ പഠിപ്പിച്ചിട്ട് നമ്മളിപ്പോൾ ജർമ്മനി. എൻ്റെ ചേട്ടൻ്റെ മകൾ ഇപ്പോൾ ലണ്ടനിലാണ്. അതും ഇതുപോലെ എന്തൊക്കെ പഠിച്ചായിരുന്നു പോയത്. ഇപ്പോൾ അവിടെ ജോലിയൊക്കെ ഉണ്ട്. ക്രൊയേഷ്യ ഉണ്ട്, ഡെൻമാർക്ക് ഉണ്ട്, നെതർലാൻഡ് തുടങ്ങിയ കൺട്രീസ്. അല്ല, യൂറോപ്യൻസ് കൺട്രികളെല്ലാം ഉണ്ട്. അത് നിങ്ങളെവിടെ? ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്, പാറ്റൂർ എന്നാണ് വരുന്നത്. ഞങ്ങളുടെ ബ്രാഞ്ച് ട്രിവാൻഡ്രത്താണ്. കഴക്കൂട്ടമാണോ? അതെ, ഇല്ല, കണ്ണാശുപത്രി അടുത്താണ്. ഗവൺമെന്റ് കണ്ണാശുപത്രി. ഗവൺമെന്റ് കണ്ണാശുപത്രി പാറ്റൂര് ജനറൽ ഹോസ്പിറ്റലിന്റെ അടുത്ത്. ജനറൽ ഹോസ്പിറ്റൽ പുള്ളിയത് തന്നെ. ശരി, നമുക്ക് ചെറിയൊരു അവരാണ്. ഞാൻ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ ഇതൊന്നും കാണണമെന്നില്ല. ചാനലാണ് എൻ്റെ. അത്ര വലിയ പേരൊന്നുമില്ല. ലാൽ മീഡിയ വിഷൻ എന്നാണ് ഇട്ടേക്കുന്നത്. ഞാൻ എൻ്റെ പേരൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ വിഷൻ ആൻഡ് മീഡിയ എന്ന്. ഓക്കെ, വെരി ഗുഡ്. ഇതൊന്ന് പറഞ്ഞില്ല, ഇവിടെ ആരുമില്ല തന്നെ. ഇവിടെയാണ് നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ളത്. ഓക്കെ, കുഴപ്പമില്ല. പറയാം. എന്താണ്, ഞാൻ ഒരു യൂട്യൂബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ഉള്ളത്തെ ഒരു സ്റ്റാഫാണ് ഈ ഓഡിറ്റോറിയത്തിൻ്റെ. അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാം. വൈറ്റ് സ്റ്റോക്കീസ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഫിലിം മേഖലയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാജിക് ഉണ്ട്, അതുപോലെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് അതിനൊക്കെ എക്സ്പേർട്ടുകളുടെ ക്ലാസ് ആയിരിക്കും നമ്മൾ ഇതിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഫിലിം മേഖലയാണെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണൻ സാറ്, പ്രിയദർശൻ സാറ് അവരൊക്കെയാണ് ക്ലാസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അതുപോലെ ഇപ്പോൾ നമ്മുടെ മാജിക് ആണെങ്കിൽ മുതുകാട് സാറ്, കുക്കിംഗ് ആണെങ്കിൽ ഷെഫ് പിള്ളേമ, ഇവരൊക്കെയാണ് എന്ത് ചെയ്തത് ക്ലാസ് കാര്യങ്ങൾ. അതായത് സഫീർ സാറല്ല, ഇതെന്ന് പറയുന്നത് വൈറ്റ് സ്റ്റോക്കീസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്റ്റാർട്ടപ്പാണ്. ലാൽഡോപ്പിന്റെ ഒരു സ്റ്റാർട്ടപ്പാണ് വൈറ്റ് സ്റ്റോക്കീസ് എന്ന് പറയുന്നത്. ഞങ്ങൾ ഇതിലാണ്. അത് വേറെ, ഞങ്ങൾ ഇപ്പം ഇതിലാണ്. അതെന്താണ്? അതായത് ഒരു എന്തെങ്കിലും ജന്മന എന്തെങ്കിലും വൈകിയോ അല്ലെങ്കിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടോ
എന്തെങ്കിലും സ്ട്രെസ് ആയിട്ടുള്ള ഓ, അയ്യോ. അങ്ങനത്തെ ഇത് വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് ആയിട്ട്. നിങ്ങൾ ഫിലിം ഇൻഡസ്ട്രിയുടെ ഫിലിം മാത്രമല്ല മാജിക് ഉണ്ട്, കുക്കിംഗ്, അങ്ങനെ പല മേഖലകളിലെ ക്ലാസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. എഡിറ്റിംഗ് ഒക്കെ ഉണ്ടോ? എഡിറ്റിംഗ് ഫോട്ടോഗ്രാഫി ഉണ്ടോ? ഫോട്ടോഗ്രാഫി ഇല്ല, സിനിമ അതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? പഠിപ്പിക്കുന്നതാണ്. നിങ്ങൾ പഠിപ്പിക്കുന്നു? നമ്മുടെ പൽപ്പൂർ കോളേജിൽ ഇപ്പോൾ സ്കൂൾ കാര്യങ്ങൾ, അതായത് ഫിലിം സ്കൂൾ വരുന്നുണ്ട് പൽപ്പൂർ കോളേജിൽ, പാങ്കോടത്തെ അവിടെ ഒരു ഫിലിം സ്കൂൾ നിങ്ങൾ വരുന്നുണ്ട്. സ്ഥലം എവിടെ? എൻ്റെ ഇവിടെ കണ്ണൂരാണ്. കണ്ണൂരാ? ആവാസ വ്യവസ്ഥ ഞങ്ങൾക്കില്ല. അപ്പൊ ഞങ്ങൾക്ക് തീരുമാനിക്കുകയായിരുന്നു, ടാൽറോപ്പിന്റെ തുടക്ക കാലഘട്ടത്തിൽ ഞങ്ങൾ തീരുമാനമെടുത്തു അത്തരത്തിലൊരു ആവാസ വ്യവസ്ഥ ഒരുക്കാം. ആ ആവാസ വ്യവസ്ഥ ഒരുക്കിക്കൊണ്ട് എന്ത് ചെയ്യാം, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ സംരംഭങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പം അങ്ങനെ ഒരു ആവാസ വ്യവസ്ഥ ലോകത്തിലുണ്ടോ മറ്റൊരു ചോദ്യമാണ്. കാര്യം ഈ ആമസോൺ ഉണ്ടായി വന്നു, ഫേസ്ബുക്ക് ഉണ്ടായി വന്നു, നമ്മളൊക്കെ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നു, നമ്മളൊക്കെ ഗൂഗിൾ യൂസ് ചെയ്യുന്നു. അപ്പം നമ്മളൊക്കെ ഇത് യൂസ് ചെയ്യുന്നു. ഇത് എവിടെ നിന്നോ ഉണ്ടായി വന്ന ഒരു സ്ഥാപനങ്ങളാണ്. അപ്പൊ ഞങ്ങൾ ഇത് എവിടെ നിന്നാണ് ഉണ്ടായി വന്നതെന്ന് പഠിച്ചു. അത് എവിടെ നിന്നാണ് ഉണ്ടായി വന്നതെന്ന് പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, സിലിക്കൺ വാലി എന്ന് പറയുന്ന അമേരിക്കയിലെ സിലിക്കൺ വാലി എന്ന് പറയുന്ന ഒരു ആവാസ വ്യവസ്ഥയിൽ നിന്നാണ് ഇതൊക്കെ രൂപപ്പെട്ടത്. അപ്പൊ എന്താ സിലിക്കൺ വാലി എന്ന് പറയുന്ന ഒരു ആവാസ വ്യവസ്ഥയുടെ പ്രത്യേകത? ഞങ്ങൾ വീണ്ടും പഠിക്കാൻ ശ്രമിച്ചു. അപ്പൊ സിലിക്കൺ വാലി എന്ന് പറയുന്ന ഒരു ആവാസ വ്യവസ്ഥയുടെ പ്രത്യേകത, ആ ആവാസ വ്യവസ്ഥ എന്ത് ചെയ്യുകയാണ്, ആ ആവാസ വ്യവസ്ഥ ഒരു ചെറുപ്പക്കാർ എന്താണ് ടാൽറോപ്പ് എന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ടാൽറോപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ പലപ്പോഴും നിങ്ങളിൽ പലർക്കും പലതരത്തിലായിരിക്കും ടാൽറോപ്പ് എന്ന ആശയം കിട്ടിയത്. ചിലരൊക്കെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിലോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളിലോ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയയിലോ അതുമല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ കണ്ട പരസ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സൗഹൃദങ്ങൾ പറഞ്ഞു തന്നത്, അയൽവക്കാർ പറഞ്ഞു തന്നത്, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ കേട്ട് എങ്കിലും ഒരു ക്ലാരിറ്റി ഇല്ലാതെ എന്താണ് ടാൽറോപ്പ്, എന്താ പേര്, എന്താ അവർ ചെയ്യുന്നത്. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഞങ്ങൾ ഈ 1-2 മണിക്കൂർ കൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ ടാൽറോപ്പിനെ പറ്റി പറയുമ്പോൾ ഞാൻ നമ്മുടെ ടാൽറോപ്പിന്റെ ആ പ്ലാറ്റ്ഫോം, ടാൽറോപ്പ് ആസ് എ പ്ലാറ്റ്ഫോം, അതൊന്ന് കാണിക്കാവോ? ആ പിക്ചർ ഒന്ന് എടുക്കാവോ? ടാൽറോപ്പിന്റെ വെബ്സൈറ്റ് അല്ല, ആ ടാൽറോപ്പ് ആസ് എ പ്ലാറ്റ്ഫോം, ആ ഒരു പിക്ചർ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു ഗ്ലോബൽ വെഞ്ചർ ഫ്രണ്ട്ലി പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ, അപ്പൊ ഞങ്ങൾ ആ ഒരു കോൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു വേ ഞങ്ങൾ ഈ ഇക്കോസിസ്റ്റം നടപ്പിലാക്കിക്കൊണ്ടാണ് എന്ന് നിങ്ങളോട് ഞാൻ ഇങ്ങനെ പറയുന്നതിനപ്പുറം എങ്ങനെയായിരുന്നു ആ തുടക്കം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നിലമേലിൽ നിന്നൊക്കെ തുടങ്ങി പാങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളുടെ പ്രൊജക്ടുകൾ, ആശയങ്ങൾ ആദ്യം ഇംപ്ലിമെന്റ് ചെയ്ത് ഇന്ന് ഈ സമയം എത്തിക്കുമ്പോൾ, അപ്പോൾ ടാൽറോപ്പിന്റെ ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് ഈ രീതിയിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആദ്യമായിട്ട് ഇതില്ല ടാൽറോപ്പ് ഓക്കെ ഈ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ടാൽറോപ്പ് ആസ് എ കമ്പനി തൊട്ട് താഴെ നിങ്ങൾ കാണുന്ന കുറെ ബെഞ്ചേഴ്സ് ആണ്. ടാൽറോപ്പ് എന്ത് ചെയ്യുകയാണ്, ബെഞ്ചേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫേം എന്നുള്ള നിലയിലാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്താണ് ബെഞ്ചേഴ്സ്? ബെഞ്ചേഴ്സ് എന്താണ്? ഗ്ലോബൽ ബെഞ്ചേഴ്സ്. ഗ്ലോബൽ ബെഞ്ചേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫേം ആണ് ടാൽറോപ്പ്. അതായത് ആമസോൺ പോലെ, ഫ്ലിപ്കാർട്ട് പോലെ, ഫേസ്ബുക്ക് പോലെ ഉള്ള കമ്പനികളെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ടാൽറോപ്പ്. പക്ഷേ ഞങ്ങൾ 2010 കാലഘട്ടത്തിൽ IT ഇൻഡസ്ട്രിയിലേക്ക് വന്നു. അന്ന് ഞങ്ങൾ സംരംഭകരാകാൻ ശ്രമിച്ചപ്പോൾ, ഞങ്ങൾ 2010-11 കാലഘട്ടത്തിൽ IT ഇൻഡസ്ട്രിയിലേക്ക് വന്ന് ഞങ്ങൾ സ്വന്തമായിട്ട് സംരംഭങ്ങൾ തുടങ്ങാൻ ശ്രമിച്ചപ്പോൾ നമ്മുടെ നാട്ടിൽ അനുകൂലമായ സാഹചര്യങ്ങളുടെ കുറവുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ നാടിന്, കേരളത്തിന് കുറെ പോസിറ്റീവ്സും ഉണ്ട്. അപ്പം 2010 കാലഘട്ടത്തിൽ സ്വന്തമായി വെഞ്ചേഴ്സ് തുടങ്ങാൻ ഞങ്ങൾ തയ്യാറായി വന്നപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ നേരിട്ട വെല്ലുവിളികൾ, ഞങ്ങൾ നേരിട്ട പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങൾ നേരിട്ട പോസിറ്റീവ്സും നെഗറ്റീവ്സും. അപ്പൊ അതായത് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇതാണ്. ഒന്നുകൂടെ ആ സംവിധാനം എടുത്തു കഴിഞ്ഞാൽ, ഒന്നുകൂടെ ആ പ്ലാറ്റ്ഫോം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ടാൽറോപ്പ് എന്ന് പറയുന്ന കമ്പനി ഒരു പ്ലാറ്റ്ഫോം, ടാൽറോപ്പ് ആസ് എ പ്ലാറ്റ്ഫോം, ഞങ്ങളുടെ ഉദ്ദേശം ഇതുപോലത്തെ വെഞ്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ താഴെ കാണുന്ന പോലത്തെ കമ്പനികൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിൽ ഞങ്ങൾ തുടങ്ങിയ കാലഘട്ടത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ നേരിട്ട വെല്ലുവിളികൾ മുൻനിർത്തുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വെഞ്ചേഴ്സ്, അതായത് ആമസോൺ പോലുള്ള, ഗൂഗിൾ പോലുള്ള, ഫേസ്ബുക്ക് പോലുള്ള കമ്പനികൾ തുടങ്ങാനുള്ള
പോത്തങ്കോട് എവിടെയാണെന്ന് പറഞ്ഞത്? LVH സ്പോട്ടാണ് അത് ലക്ഷ്മി വിലാസം കയ്യിൽ വെച്ചേക്കുന്നത്. ഞാനും അതൊന്നും നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുക. പിന്നെ എന്താണ് ഇതിന്റെ സ്റ്റേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ടാൻഡ്രപ്പിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ആണ് സ്റ്റേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അതിൽ നിരവധി പ്രോഗ്രാംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 5 തൊട്ട് +2 വരെയുള്ള സ്റ്റുഡൻസിന്, ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ടവർക്ക്, ഇപ്പോൾ റോബോട്ടിക് ക്രിയേറ്റ് ചെയ്യാനുള്ളവർക്ക്, അങ്ങനെ എല്ലാവർക്കും നമ്മൾ ടെക്നോളജി പരമായിട്ട് നമുക്ക് പഠിക്കാനുള്ള പ്രോഗ്രാംസ് ആണ് നമ്മളിതിൽ കൊടുക്കുന്നത്. ഇപ്പം ടെക് സ്കൂളിംഗ് പഠിക്കുകയാണെങ്കിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ, വെബ് ആപ്ലിക്കേഷൻ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അതായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. വെബ്സൈറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, വാട്സ്ആപ്പ്, ഫേസ്ബുക്ക് പോലുള്ള ആപ്ലിക്കേഷൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അതായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. ഇപ്പം നമ്മുടെ ആഭ്യന്തരമന്ത്രി ഉണ്ടല്ലോ, ആരാണ് ഇപ്പോഴേ നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി? അമിത്ഷാ പുതിയൊരു ഇതുപോലത്തെ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അമിത്ഷാ എല്ലാം സ്റ്റാർട്ട് ചെയ്ത ഒരു സ്റ്റാർട്ടപ്പാണ്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആദ്യമായിട്ട് അത് അമിത്ഷായാണ് അത് ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യയിൽ. അല്ല, നിങ്ങളത് ഇത് പറഞ്ഞുകൊണ്ടാണ് ഞാനത് അങ്ങോട്ട് പറഞ്ഞത്. ഇതറിയാമായിരുന്നോ? ചിദംബരം അല്ല, അമിത്ഷാ ഇപ്പോൾ യൂസ് ചെയ്യുന്ന നമ്മുടെ സ്വയം അല്ല, നമ്മുടെ ഈ ജിമെയിൽ പോലുള്ള അതെ, അതിലാണ് ഇപ്പോൾ അത്. പിന്നെ ഒന്നുകൂടെ പറയാൻ ഒരു ചെറിയതായിട്ടൊന്നും ഡീറ്റെയിൽസ് വേണ്ട. നമ്മുടെ ടെക്നോളജി പരമായിട്ട് കുട്ടികൾക്ക് പഠിക്കാം. അവർ ടാലന്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ കണ്ടുപിടിച്ചുകൊണ്ട് അവരുടെ ഇപ്പം സ്റ്റുഡൻസിനെയാണോ വേണ്ടത്? സ്റ്റുഡൻസിനെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ടാലൻസ് ഉണ്ടാവുമല്ലോ, അവരെ കണ്ടുപിടിച്ച് ഇപ്പം നമ്മളിപ്പോൾ +2 5 തൊട്ട് +2 വരെയുള്ള പഠിക്കുന്ന പിള്ളേർക്കുണ്ട്. +2 കംപ്ലീറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് അവർക്ക് ടെക്നോളജി പരമായിട്ടുള്ള നോളേജ് കൊടുക്കുക, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ആയിട്ട് മാറ്റിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ. +2 പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അഡീഷണൽ സ്കില്ലോട് പഠിക്കാൻ ഇല്ല, ഇലോൺ മസ്ക് ഇപ്പൊ ചിപ്പ് തലച്ചോറ് വെച്ച് പിടിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഇതെല്ലാം മാറില്ലേ? എന്റെ ഡൗട്ടാണ് ഞാൻ പറഞ്ഞത്. മാറുമോ? നമ്മൾ അഡ്വാൻസ് ലെവലിങ്ങനെ പോകും തോറും നമ്മൾ അതിനോടൊപ്പം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ പിള്ളേർക്ക് ഇപ്പൊ ടെക്നോളജിയിലായിരിക്കില്ല താല്പര്യം, ചിലർക്ക് സ്പോർട്സിലായിരിക്കും. നമ്മൾ പറഞ്ഞില്ലേ, സ്പോർട്സ് അങ്ങനെ ഓരോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അവരുടെ ഇൻട്രസ്റ്റും കൂടെ നമ്മൾ നോക്കണമല്ലോ. ഓ ശരി. എന്താ പേര്? എവിടെയാ വർക്ക് ചെയ്യുന്നത്? സോറി, ഞാൻ ഇല്ല, അവരാരും പറഞ്ഞില്ല. നിങ്ങൾക്കൊരു പ്രൊമോഷനാണ്. യൂട്യൂബിൽ വന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആൻസറബിൾ ആണ്. ഞാൻ ഒരു കാര്യം ചെയ്യാം.